എന്ത് പറ്റി മോളെ? അയ്യോ അമ്മയല്ലേ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത്. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ടേ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാനായിരുന്നു. വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി മോളെ. അമ്മ ഞാൻ തന്നെ എല്ലാം ക്ലീൻ ചെയ്തോളാം. അയ്യോ വേണ്ടേ, മോള് പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം. ആ മോളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്ത് പറ്റി? നേരത്തെ എണീറ്റോ? മണി 9 ആയുള്ളൂ. ഇങ്ങനെ കളിയാക്കിയതാണോ? ഗുഡ് മോർണിംഗ് അച്ഛാ. മോളെ, ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തു തരട്ടെ? ഇനി അടുക്കള കയറാത്തോണ്ടായിരിക്കും. ഇല്ല, ഞാൻ പോയി കുടിച്ചോളാം. അമ്മ അടുക്കള വല്ലതും സഹായിക്കണോ? വേണ്ട മോളെ, എല്ലാ പണിയും കഴിഞ്ഞു. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിനെടുത്ത് കുടിച്ചാൽ മതി. ജയറാമേ, ജയറാമേ. മോനെ എന്ത് പറ്റിയടാ? അയ്യോ, നിന്ന് കണ്ടു നോക്കാൻ ഒന്ന് എടുക്കുവോ? അയ്യോ മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലെന്നാ, അച്ഛനാണ് എല്ലാത്തിനും കാരണം. കഴിഞ്ഞ ആഴ്ചോട്ട് ഞാൻ പറയില്ലേ, ഈ കഥവിന് ഒരു ആട്ടം ഉണ്ട്, ഒരു ആശാരിയെ വിളിച്ച് ശരിയാക്കാൻ. അത് നീ വിളിച്ചാലും ആശാരി വരത്തില്ലേ? ഇന്ന് നീ ചെയ്യാത്ത? ഞാനാ? അച്ഛനല്ലേ അതെല്ലാം ചെയ്യണത്. അത് പറഞ്ഞപ്പോഴാണ് വെച്ചാ നമ്മുടെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ആവുന്നില്ല, ഇപ്പോഴത്തെ ഈ ട്യൂബ് കത്തുന്നില്ല. മോളെ, കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ പുതിയ ട്യൂബ് മേടിച്ചു തന്നത്, എന്നിട്ട് അത് ഇത്ര പെട്ടെന്ന് ചീത്തയാ? അതിവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അത് ഇടാൻ ചേരാൻ അറിഞ്ഞൂടെ. നാണയില്ലല്ലടാ, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഒരു ട്യൂബ് മാറ്റാൻ പോലും അറിഞ്ഞൂടാന്ന്. കല്യാണം കഴിക്കാൻ ഇത്രയല്ലേ ഉള്ളൂ, ട്യൂബ്ലൈറ്റ് ഇടാൻ ഇത്തിരി പാടാ. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിനക്ക് അറിഞ്ഞൂടല്ലോ അല്ലേ? കഷ്ടം തന്നെ. ഇടി ഉള്ള പണിയൊക്കെ അങ്ങനെ തനിച്ച് ചെയ്യാതെ അവളെ കൂടെ വിളിച്ചാലെന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസമായി. ഒരിക്കൽ പോലും അവൾ അടുക്കളയിൽ കയറി ഒരു ചായ ഇടുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അവൾക്ക് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടേ അവളെ ഇട്ട് പണിയെടുപ്പിക്കാൻ? അവൾ സ്റ്റൗ കത്തിക്കണത് തന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ്. പിന്നെ അന്നത്തെ പൊട്ടിത്തെറി ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി അവൾക്ക് അറിഞ്ഞൂടെങ്കിലും ശരി, അവളെ വിട്ട് ചെയ്യിപ്പിച്ചാൽ മതി. അവൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടിരുന്നാലേ ഈ ജമ്മത്ത് അവളൊരു കുന്തവും പഠിക്കാൻ പോണില്ല. നിങ്ങൾ നിങ്ങളുടെ മരുമോളെ കുറ്റം പറയുന്ന സമയത്ത് നിങ്ങളുടെ മോന് വല്ല കുന്തവും അറിയോ? ഇന്ന് വരയ്ക്കായിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ അവനെ നിങ്ങൾ വിട്ടിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ മോനെ എങ്ങനെ വളർത്തിയോ അതുപോലെ തന്നെ ഒരു കുന്തവും അറിയാതെ അവരുടെ വീട്ടുകാർ അവളെയും വളർത്തിയത്. ഇനി എന്തായാലും രണ്ടുപേരെ എങ്ങനെ വിട്ടാൽ പറ്റൂല. ഈ മനുഷ്യ ഇത്രയൊക്കെ വേണോ? നീ ഒന്ന് ചുമ്മാ ഇരിക്കോ? ഈ രണ്ടെണ്ണത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ നോക്കിയിട്ട് ഇതേ ഒരു വഴിയുള്ളൂ. ദൂരൊക്കെ പോയി അടിച്ചു കറങ്ങിയിട്ട് വരെയല്ലേ, ഇനി കുറച്ച് പണിയെടുക്കട്ടെ. നിങ്ങൾ എൻ്റെ കാലിൽ പൊട്ടലാണല്ലേ അവൻ്റെ അടുത്ത് തള്ളിയത്? അതിന് മാവൊക്കെ വേണ്ടേ? മാവാ? ഓ, മറ്റേ പ്ലാസ്റ്റർ ഇടുന്ന കാര്യം. ഈ പൊട്ടലിന് ഇതൊക്കെ തന്നെ ധാരാളം. കാണ്ട് സൗണ്ട് വേണം, ഒരു വന്നു തോന്നുന്നു കേട്ടോ. എങ്ങനെയുണ്ടമ്മ ഇപ്പം? അമ്മയുടെ അച്ഛൻ കണ്ണാടി കൂടെടാ, അമ്മ അതായിരിക്കുന്നു. സോറി, അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന എൻ്റെ ബാത്റൂം കഴുകിയിടാൻ വേണ്ടിയിട്ട്? അത് തന്നെയാണ് ഞാനും അമ്മയെടുത്ത് ചോദിച്ചത്. ഇവൻ്റെയൊക്കെ ബാത്റൂം കഴുകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
വയസ്സാം കാലത്ത് വീണ് കിടന്നിരുന്നെങ്കിലോ? അവൻ്റെയൊക്കെ ബാത്റൂം അവൻ കഴിയത്തില്ലേ അല്ലേടാ? പിന്നെ എന്ത് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? പിന്നെ മോളെ, അമ്മയ്ക്ക് ഡോക്ടർ 1 മാസം റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ തൊട്ട് അടുക്കള കാര്യവും വീട്ടുകാര്യവും എല്ലാം നീ നോക്കിക്കൊള്ളണം. ഞാനാ? അല്ല, അച്ഛൻ വിചാരിക്കുന്നല്ലേ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പഠിക്കണത് അല്ലേടാ? പിന്നെ അച്ഛൻ പറഞ്ഞതായിട്ടില്ലേ, നാളെ മുതൽ ഈ 10 മണി വരെ കിടന്നുള്ള ഉറക്കമൊന്നും പറ്റൂല. അമ്മ വയസ്സായി വരെയല്ലേ, ഇനി നീ വേണം ഇതൊക്കെ നോക്കി കണ്ണ് ചെയ്യാൻ, കേട്ടല്ലോ? പിന്നെ അത് മാത്രമല്ല, അമ്മയെ കാണിക്കാൻ പോയ കൂട്ടത്തിലേ എൻ്റെ ബാക്ക് പെയിനും കൂടി ഡോക്ടറെ കാണിച്ചായിരുന്നു. ഓഹോ. 3 മാസത്തേക്ക് വണ്ടി ഓടിക്കാനോ വെയിറ്റ് എടുക്കാനോ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നീ തന്നെ മേടിച്ചോളണം. ഞാനാ? എന്താടാ നിനക്ക് പറ്റാത്ത പോലെ? മാർക്കറ്റിൽ പോയപ്പോ എന്താ പ്രശ്നം? ആ ദേ 2 or 3 മാസം നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തോ. ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കൂലേ, അല്ലേ? പിന്നെ മനുഷ്യ നിങ്ങക്ക് വട്ടായ? എടി താഴെ നീ പറഞ്ഞതെല്ലാം കേട്ടതല്ലേ? നിങ്ങൾ എന്തോ താഴ്ന്ന ഡയലോഗ് അടിച്ചത് വലിയ കുന്തം അറിയായിട്ടാണ്. പ്രശ്നമായ പിന്നല്ലാണ്ട്. നീ വന്നേ, നമുക്ക് നോക്കാം. ജയരാമേട്ടാ തുറക്ക്. ആരോ തട്ടാണ്. എന്താ പോയി പാല് വാങ്ങിച്ചോണ്ട് പോടാ. ഈ പാതിരാത്രി ആനച്ചാ കട ഉടന്നു വയ്ക്കേ? എടാ നേരം വെളുത്ത് മണി 5 ആയി. എന്നാ പടി പോയി വാങ്ങിച്ചോണ്ടോ. നീ മോളെ ഇന്നോട്ട് നീ അടുക്കളയിൽ കയറണം കേട്ടോ. സാറേ ഇങ്ങോട്ട് വേണം. എന്തിനു വേണം സാറേ? ഇഞ്ചി. ഇഞ്ചി ഉണ്ടല്ലോ, എത്ര വേണം? 2 കിലോ എടുത്തോ. 2 കിലോ? എന്തുണ്ട് സാറേ? ചൂടൊക്കെ അല്ലേ, ജിഞ്ചർ ലൈം അടിച്ച് കുടിക്കാമല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? ഏയ് വീട്ടിലെത്തേക്കാ. മാർക്കറ്റിൽ ആദ്യമായിട്ടാണല്ലേ? ആര് പറഞ്ഞു? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കുഴപ്പമില്ല. ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് സാറിൻ്റെ ഉണ്ടോ? ലിസ്റ്റില്ല, മൈൻഡിലുണ്ട്. മതി. മാർക്കറ്റ് ഫുൾ എനിക്കറിയാം. സാറിന് എല്ലാ സാധനവും ലാഭത്തിന് ഞാൻ വാങ്ങിച്ചു തരാമെന്ന്. ഓ, നീ വാങ്ങിച്ചായിരുന്നു? ഇല്ല, വേണം. എല്ലാം സെറ്റാക്കാം, ലാഭത്തിന് വാങ്ങിച്ചു തരാം. എല്ലാം നമ്മളെ കട തന്നെ. സാറിന്റെ വീട് എവിടെ? എന്റെ വീട് ഇവിടെ. ഓ, എല്ലാം വാങ്ങിച്ചു തരാം. ദേ അവള് അടുക്കള പൊളിക്കാൻ പോണെന്നാ തോന്നുന്നത്. ഞാൻ ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ? നീ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കേ, ഞാൻ പിന്നെ പോയി നോക്കിക്കോളാം. ആദ്യം അത് കാല് മാറാതെ ഒന്ന് കെട്ടാൻ നോക്കും. മോളെ ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ വീടെല്ലാം കൂടി കത്തിപ്പിടിക്കും. അയ്യോ അച്ഛ, ഞാൻ അറിഞ്ഞില്ല. പിന്നെ അച്ഛ, ചപ്പാത്തിക്ക് കുഴച്ചതേ കുറച്ച് ലൂസായിപ്പോയി. ദോശ ഉണ്ടാക്കിയാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ ചെയ്.
അച്ഛാ അച്ഛാ ഇവിടെ ഇവിടെ ഒരാഴ്ചത്തേക്കുള്ള സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സന്തോഷമായല്ലോ? സന്തോഷമായി. 2 ട്രേ പാല് വന്നിട്ടുണ്ട്, നീ കൊടുത്തേച്ചാണോ? ഓ, അത് വന്നാ? വണ്ടിയിൽ ട്രേ വെക്കാൻ സ്ഥലമില്ലേ, അതുകൊണ്ട് ഞാൻ ഒന്ന് ഹോം ഡെലിവറി ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, ഇനി അടുത്ത ആഴ്ച മുതൽ പാല് വാങ്ങിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഞാൻ പുള്ളിയിലെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിയെ വിളിച്ച് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് കൊടുത്തേക്കും. ആ പിന്നെ നല്ല ലാഭത്തിൽ പേടക്കണ നല്ല ഉഗ്രം ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട, 500 രൂപയ്ക്ക് 50 എണ്ണം കിട്ടി. എവിടെ കാണട്ടെ? കാണി. പിന്നെ ഇതിൽ പാതി കറി വെച്ചിട്ട് പാതി ഫ്രൈ ചെയ്ത് തരാം. എങ്ങനെയുണ്ട്? എൻ്റെ കയ്യിലുള്ള കവർ കണ്ട് നിങ്ങളെന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തല്ലേ? എൻ്റെ അച്ഛാ, ഇപ്പം കൈ കൊള്ളാവുന്ന കവറുകളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെട്ടി ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. പൊട്ട, നീ ഇങ്ങനെ 6 മാസം സാധനം മേടിച്ചാലേ ഞാൻ ഈ വീടങ്ങ് വിൽക്കേണ്ടി വരും. അല്ല, ഞാൻ കുഴപ്പമായ പച്ചരി ദൊപ്പേരി ഇതിലിപ്പോൾ ഏതാണ് വീട്ടിൽ യൂസ് ചെയ്യണത്? 2 എടുക്കാം. ഞാൻ വീട്ടിൽ പോലും ചെയ്തിട്ടില്ല. എന്നെയാണ് കക്കൂസ് കഴിപ്പിക്കുന്നത്. വൃത്തികെട്ടവൻ. എനിക്ക് മടുത്ത്, ഞാൻ വീട്ടിൽ പോണു. മനുഷ്യ, നിങ്ങൾ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നോലും കേൾക്കുന്നുണ്ടാ? അല്ല, നിന്റെ കൈക്ക് എന്ത് പറ്റി? എന്റെ വാലിരിക്കുന്നൊന്നും കേൾക്കരുത്. ഉള്ള പച്ചക്കറി എല്ലാം വെട്ടി വെട്ടി എന്റെ കൈ കണ്ട മൃദംഗം ക്ലാസ്സിൽ പോകുന്ന പോലെ നോക്ക്. നീ ഇടത് കൈ കൊണ്ടും വെട്ടിയാ? ഓ, അപാരം തന്നെ. എടി, നിനക്കറിയാമോ, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. അച്ഛന്ന് കുറച്ച് കാശും തന്നിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. വലിയ ആവേശത്തിൽ അങ്ങോട്ട് കയറി പോയതാണ്. എനിക്ക് അവിടുത്തെ ഒരു പരിപാടി അറിഞ്ഞുകൂടാ. പിന്നെ നിനക്ക് ഈ ബാങ്കിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? ബെസ്റ്റ്. ജീവിതത്തിൽ ഇന്നവരെ ബാങ്കിൽ പോലും പോയിട്ടില്ലാത്ത എന്നോട് തന്നെ നിങ്ങൾ ചോദിക്കണം. എടി, അത് മാത്രമല്ല, കറണ്ട് ബില്ലടയ്ക്കാൻ, ഗ്യാസ് ബുക്ക് ചെയ്യാൻ, ചിട്ടി അടയ്ക്കാൻ, ലോൺ ക്ലോസ് ചെയ്യാൻ, ഇങ്ങനെ ഒരു 100 കൂട്ടം ടാസ്ക്കാണ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. നിങ്ങൾ അച്ഛനോടൊന്ന് സംസാരിക്കുക. കഴിഞ്ഞ ആഴ്ച കാർ സർവീസ് ചെയ്തതിന് 12,000 രൂപയായി. എന്നാണ്? 23. എടാ, നീ ആ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യില്ലേ? മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. അത് അച്ഛാ, ദയവ് ചെയ്ത് ഞാൻ പറയണമെന്ന് കേൾക്കണം. സത്യം പറഞ്ഞ അച്ഛൻ അറിയാന്നുള്ളതിൻ്റെ പാതി പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഒന്നും ചെയ്യിപ്പിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി എല്ലാം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാ. എടാ, അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനടാ? എടാ മോനെ, ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരു വീട്ടിലെ റെസ്പോൺസിബിലിറ്റി മുഴുവനും ഏറ്റെടുത്ത് നടത്താമെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ? 3 നേരം ഫുഡും എല്ലാ സൗകര്യങ്ങളും കൈവെള്ളയിൽ വെച്ച് തന്നപ്പം 2 പേർക്കും നല്ല സൗകര്യമായിരുന്നല്ലോ. ഇനി തന്നെത്താനങ്ങ് ചെയ്ത് പഠിക്കേ കേട്ടാ.
അച്ഛാ, സത്യം പറഞ്ഞ ഈ ഒരാഴ്ചയിൽ ഒരു വീട് കൊണ്ടുപോകാൻ ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടോ ഞാൻ അറിഞ്ഞ്. അതുകൊണ്ട് ഞങ്ങളിനി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളാം. പക്ഷെ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. മക്കളെ, നിങ്ങളെ കഷ്ടപ്പെടുത്തണമെന്നല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഞങ്ങളില്ലാതായ നിങ്ങൾക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പോലും പറ്റൂല. മോള് വാ, നമുക്കിന്ന് ലഞ്ച് ഒന്നിച്ചുണ്ടാക്കാം. അപ്പോൾ അമ്മയുടെ കാല് കാലൊക്കെ ശരിയായി. ഓഹോ, അപ്പൊ ഇതെല്ലാം ആക്ടിങ് ആയിരുന്നല്ലേ അച്ഛാ? എന്താടാ, മര്യാദയ്ക്ക് ബാങ്കിൽ പോടാ. പാരൻസ് മക്കളെ ഓവറായിട്ട് പാമ്പർ ചെയ്ത് ഒരു പണിയും ചെയ്യിക്കാതെ വളർത്തിയ അവസാനം അവർക്ക് ജീവിക്കാൻ വേണ്ട ബേസിക് കാര്യങ്ങൾ പോലും ചെയ്യാൻ അറിയാത്ത അവസ്ഥയാണ്. ഇവിടെ മിസ്റ്റേക്ക് പാരൻസിൻ്റെ തന്നെയാണ്. കുഞ്ഞുനാൾ മുതൽ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവർ പാരൻസിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്താനോ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ളൊരു കഴിവ് കാണില്ല. ഈ ഒരു അവസ്ഥ നിങ്ങളുടെ മക്കൾക്ക് വരാതിരിക്കാൻ തീർച്ചയായിട്ടും അവരെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ വളർത്തുക. ഇനി മക്കളോടൊരു കാര്യം, വീട്ടുകാരെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നല്ലോ എന്ന് പറഞ്ഞ് സുഖിച്ച് നടക്കാതെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് സ്വയം ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ കഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. മലക്കറിയും മീനൊക്കെ നോക്കി വാങ്ങാൻ, ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ, ഗ്യാസ് ബുക്ക് ചെയ്യാൻ, അങ്ങനെ ജീവിക്കാൻ വേണ്ട പല ബേസിക് കാര്യങ്ങളും നമുക്ക് തന്നെ ചിലപ്പോൾ അറിഞ്ഞൂടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഇനിയെങ്കിലും ഞാൻ പഠിച്ചേ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും പാരൻസ് മക്കളെ ഓവറായിട്ട് പാമ്പർ ചെയ്ത് അവരെ കാര്യപ്രാപ്തി ഇല്ലാത്തവരാക്കാതിരിക്കാം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK Talks വീഡിയോസിൽ സ്ഥിരം വരുന്നൊരു കമൻറ്റാണ്, നിങ്ങൾ ഇത്രയും നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ 1 മില്യൺ ഹിറ്റ് ചെയ്യാത്തതെന്ന്. നമ്മൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ യൂട്യൂബ് അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 75% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. യൂട്യൂബിൽ SK Talks എന്ന് സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.